ഞരമ്പിൻ്റെ പ്രശ്നം ഉണ്ടല്ലോ ടെസ്റ്റിൽ. പെരിഫറൽ ന്യൂറോപ്പതി. ഷുഗർ ഉണ്ടോ? ഷുഗറുണ്ട്, 5-6 അല്ലേ. പക്ഷേ അത്യാവശ്യം കൺട്രോളിലാണ്. HbA1c 7.5 ഉള്ളൂ. പിന്നെ എങ്ങനെ ന്യൂറോപ്പതി വന്നാണോ അല്ലേ? അപ്പം ഇന്നലെ നോക്കിയിട്ടുണ്ടല്ലോ. അത് മറ്റേ വെറും വയറ്റിൽ 110, ഭക്ഷണത്തിന് ശേഷം 156, അത്രയൊക്കെ ഉള്ളൂ. HbA1c 7.5 എന്ന് വെച്ചാൽ കുറച്ച് കൂടുതലൊക്കെ തന്നെയാണ്. ഒരു 7ൻ്റെ താഴേക്ക് നിൽക്കുകയാണ് നല്ലത്. ഞാൻ ചോദിക്കണതല്ല, എപ്പോഴും ഷുഗറിൻ്റെ ലെവൽ ഇതേപോലെയൊക്കെ തന്നെയാണ്. FBS PPBS ഒക്കെ അല്ലല്ല, ഇടയ്ക്ക് കൂടും ഇടയ്ക്ക് കുറയും. ഇതിപ്പോൾ 2 മാസം മുമ്പ് നോക്കുമ്പോൾ ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ 320 ഉണ്ടായിരുന്നു. അത് പിന്നെ അന്ന് കുറേ ചക്കയമായി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ടെസ്റ്റ് ചെയ്യേണ്ട തലേദിവസം പോയിട്ട് ഒരു കല്യാണത്തിന് പോയിട്ട് കുറച്ച് പായസം കഴിച്ചിരുന്നു. അത് അത്രേ ഉള്ളൂ. ഇടയ്ക്ക് ഈ സാധനം ഇതേമാതിരി കുറയുകയും ചെയ്യും. കുറച്ച് ദിവസം മുമ്പ് നോക്കുമ്പോൾ രാവിലെ വെറും വയറ്റിൽ വെറും 56, എന്നിട്ട് കുറച്ച് പഞ്ചസാര എടുത്ത് കഴിച്ചു. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ആവറേജ് HbA1c 7.5 അല്ലേ ഉള്ളൂ. അതാണ് പ്രശ്നം. HbA1c നോർമലാണെന്ന് വെച്ചിട്ട് എല്ലാം ശരിയാണെന്ന് പറയാൻ പറ്റില്ല. HbA1c 2 സാഹചര്യങ്ങളിൽ ഓക്കെ ആയിരിക്കാം. ഒന്ന്, കഴിഞ്ഞ 2-3 മാസങ്ങളിൽ എപ്പോഴും ഷുഗർ നോർമലായിരിക്കുന്ന അവസ്ഥ. 2, ഷുഗർ പല സമയത്തും കൂടുകയും പല സമയത്തും അതുപോലെ കുറയുകയും ചെയ്യുന്ന അവസ്ഥ. ആവറേജ് ആണല്ലോ നമ്മൾ കാണുന്നത്. അതായത് HbA1c 7.5 ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ മിക്കവാറും എല്ലാ സമയങ്ങളിലും വലിയ വ്യത്യാസമൊന്നുമില്ലാതെ ഏകദേശം ഒരു 170 എന്നുള്ള റേഞ്ചിലൊക്കെ ആയിരിക്കും ഷുഗർ നിൽക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ വേറൊരാൾക്ക് ഒരു പകുതി സമയത്തും ഷുഗർ ഒരു 60 പോലെ കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയും മറ്റ് സമയങ്ങളിൽ ഒരു 280 പോലെ കൂടി നിൽക്കുന്ന അവസ്ഥയുണ്ടായിരിക്കാം. അങ്ങനെയാകുമ്പോഴും ഒരു ആവറേജ് ഷുഗർ 170 ആയിരിക്കും. HbA1c ഏകദേശം 7.5 ആവുകയും ചെയ്യും. മനസ്സിലായോ? HbA1cയുടെ പ്രശ്നം ഇതാണ്. നമുക്ക് ആ ഷുഗറിൻ്റെ വേരിയേഷൻ, ആ കൂടുതലും കുറവ് എത്രത്തോളമൊക്കെ വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായോ? സാറ് സയൻസിൽ മാത്രമല്ല മാത്സിലും പുലിയായിരുന്നു അല്ലേ? മാത്സിൽ പുലിയൊന്നുമല്ല, വെറും പൂച്ചയായിരുന്നു. പക്ഷേ ഈ ആവറേജ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ അത് ധാരാളം മതി. ഞാൻ ഈ മാത്സിൽ മോശമായതുകൊണ്ട് ഈ ആവറേജിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ലല്ലോ, അങ്ങനെ പറ്റിയതാണ്. സാറിന് മറ്റേ ഈ സാധനമൊക്കെ ഓർമ്മയുണ്ടോ? നമ്മുടെ മറ്റേ ലസാഗു, ഉസാഗ, അതൊക്കെ ഓർമ്മയുണ്ടോ സാറിന്? തനി മാത്സ് ഒന്നും ഇട്ടേ, വെറുതെ ആളെ പേടിപ്പിക്കാൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, HbA1c കൂടുതലായി നിൽക്കുന്ന ഒരാൾക്ക് എന്തായാലും ഷുഗറിൻ്റെ ലെവൽ കൂടുതൽ തന്നെയാണ്. ഭാവിയിൽ ഞരമ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അത് വേണ്ട രീതിയിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ. പക്ഷേ HbA1c നോർമലായ ഒരാൾക്കും ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ? കാരണം ആവറേജ് നോർമലാണെങ്കിലും പലപ്പോഴും അയാളുടെ ഷുഗർ താഴുണ്ടാവാം, കൂടുന്നുണ്ടാവാം. അതായത് ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പർഗ്ലൈസീമിയ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെയും ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് HbA1c നോർമലാണെന്ന് പറഞ്ഞിട്ട് കോൺഫിഡൻസിലിരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ലെവൽ FBS PPBS ഒക്കെ നോക്കിയിട്ട് അതും നല്ല നോർമലായി നിർത്തണം എന്നല്ലേ സാർ ഉദ്ദേശിച്ചത്? അതൊക്കെ പോട്ടെ, സാറ് വേഗം ഞരമ്പിൻ്റെ മരുന്ന് കാല് തിരിച്ചിട്ട് വയ്യ.